ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓശാന ഞായറാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ, അതായത് പള്ളിയിൽ പോണതും കുരുത്തോല മേടിക്കാൻ പോണതും പിന്നെ വേറെ വിശേഷമുണ്ട്. അത് പോണ വഴിക്ക് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ. ഈ കൊച്ചി യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ എല്ലാവർക്കും ഓശാന ഞായർ ആശംസകൾ. ഇപ്പോൾ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും, കാരണം ഇവിടെ പടക്കമൊക്കെ പൊട്ടുന്നുണ്ട്. കാരണം നാളെ വിഷു അല്ലേ, അപ്പോൾ പടക്കമൊക്കെ പൊട്ടുന്നുണ്ട്. ഞാൻ രാത്രിയാണ് ഡബ് ചെയ്യണത്, അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും, അപ്പം ക്ഷമിക്കുക. അങ്ങനെ രാവിലെ എഴുന്നേറ്റു, കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ചോറിന് കുക്കറിൽ ഇട്ടിട്ടുണ്ട്, അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കട്ടൻ ചായയും പാൽ ചായയൊക്കെ വെച്ചു. അതിനുശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് ദോശ പിന്നെ ചമ്മന്തി ആയിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയും. ഇവിടെ 2 ദിവസമായിട്ട് രാവിലെ ദോശയും ചമ്മന്തിയൊക്കെ ഇട്ടാ, അതാകുമ്പോൾ എളുപ്പമല്ലേ. ദോശമാവ് ഉണ്ടായിരുന്നു, അപ്പോൾ ചമ്മന്തി മാത്രം അരച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ദോശയും ചമ്മന്തി തന്നെ ആക്കിയായിരുന്നു ഇന്ന് രാവിലെ. അങ്ങനെ അതായിരുന്നു രാവിലത്തേക്ക്. ഇന്നലെ രാത്രിയൊക്കെ നല്ല ഇടിവെട്ടും മഴയൊക്കെ ആയിരുന്നിട്ടാ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ഇടിവെട്ടും മഴയാണ്. പിന്നെ രാവിലെ ആയിട്ടും മഴ പൊടിയണമായിരുന്നു. അതുകൊണ്ട് ഇന്ന് അലക്കലൊന്നും നടന്നില്ല. അങ്ങനെ ഞാൻ ദോശ ഇട്ട് കഴിഞ്ഞു. പിന്നെ അത് കണ്ടോ, മതിലിൻ്റെ പൊക്കത്തായിട്ട് ഒരാൾ തണുത്ത് വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്നിട്ടിതാ നമ്മുടെ സുന്ദരിമണികളൊക്കെ പുറത്ത് വന്ന് നിൽപ്പുണ്ട്. ഇവക്കുട്ടിയും പൊന്നൂസും പള്ളിയിൽ പോണ കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇന്ന് കുരുത്തോല കിട്ടുമല്ലോ, അതിൻ്റെയും കൂടി ഹാപ്പിയിലാണ് രണ്ടുപേരും. പിന്നെ പള്ളിയിലേക്ക് പോണേക്ക് മുമ്പ് കുറച്ച് വീഡിയോ ആദർശം എടുത്തു തന്നായിരുന്നു, ഞങ്ങൾ നടന്നു പോകുന്നതായിട്ടും. പിന്നെ എൻ്റെ മുടിയും എല്ലാവരും പറയണേ മുടിയൊക്കെ ഇഷ്ടപ്പെട്ടോ. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഡബ് ചെയ്യാൻ പറ്റുമെന്ന്. എങ്കിലും ഞാൻ ഡബ് ചെയ്ത് തീർക്കണം എന്നാണ് വിചാരിക്കണത്. പതിവ് പോലെ തന്നെ ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോണത്. അതാകുമ്പോൾ മഴ പെയ്താലും വെയിൽ ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ലല്ലോ. അപ്പോൾ കണ്ടിട്ട് മഴക്കാറായിട്ടൊക്കെ തന്നെയാണ് ഇരുന്നേച്ചത്. അപ്പോൾ കുടയൊക്കെ എന്തായാലും എടുത്തിട്ടുണ്ട്. എന്തായാലും പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെ വേറൊരു സ്ഥലത്തും കൂടി പോകണം. നോക്കൂ ഗൈസ്, ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇടവക പള്ളി. ഞങ്ങൾ കുരുത്തോലയൊക്കെ പോയി മേടിച്ചു, 4 പേർക്കും കുരുത്തോലയൊക്കെ മേടിച്ചു. എന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. കുറച്ചൊക്കെ ആദർശം എടുത്ത് ഹെൽപ്പ് ചെയ്തു, പിന്നെ ഞാനും എടുത്തു. അങ്ങനെ പിള്ളേരുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു. പിന്നെ അതേ നമ്മുടെ മാതാവ്, അങ്ങനെ മാതാവിൻ്റെ അടുത്തും പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ വിട്ടത്, യുവക്കുട്ടിയുടെ പല്ല് കുറേ ദിവസമായിട്ടാണ് ഇളകിക്കൊണ്ടിരിക്കണത്. അത് 1 2 പല്ലല്ല, 3 പല്ല് ഇളകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന 2 പല്ലും പിന്നെ താഴത്തെ ഒരു പല്ലുമാണ് ഇളകണത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഡെൻ്റൽ ക്ലിനിക്കിൽ പോയതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞായറാഴ്ച വരാൻ പറഞ്ഞു. അപ്പോൾ ഇന്നാണ് ആ പറഞ്ഞ ദിവസം. അപ്പോൾ ഇന്ന് കൊണ്ടുപോയേക്കാം എന്ന് വിചാരിച്ചു, കാരണം ഞങ്ങൾക്ക് തന്നെ പറിക്കാനായിട്ടൊരു പേടി. അപ്പോൾ എന്തായാലും ഡോക്ടർ പറിക്കണല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഡോക്ടറിനെ കാണാനായിട്ട് പോവാണ്. പുള്ളിക്കാരി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല ചിരിയാണ്. ഇനി ആ ചിരിയുടെ ഭംഗി പോവുമല്ലോ എന്നോർത്തിട്ടാണ് ഒരു വിഷമം. കാരണം 2 പല്ലും ഫ്രണ്ടിലുള്ള പറപ്പിക്കും. അപ്പോൾ താഴത്തെ ഇന്ന് എന്തായാലും പറപ്പിക്കില്ല, എല്ലാം കൂടി ഒറ്റ ദിവസം തന്നെ പറപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തൃപ്പൂണിത്തുറ എത്തി. തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലുണ്ടോ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അവിടെയാണ് ഞാൻ പൊന്നൂസിനെ പ്രസവിച്ചത്. ഇവക്കുട്ടിനെ പ്രസവിച്ചത് ഞാൻ എറണാകുളം ഹോസ്പിറ്റൽ ഗവൺമെൻറ്റിലാണ് പ്രസവിച്ചത്. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ പ്രസവ വേദന ഓർക്കും. പിന്നെ തൃപ്പൂണിത്തുറ എത്തിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, നിങ്ങൾക്ക് വന്നവർക്ക് അറിയായിരിക്കും, അപ്പുറം ഇപ്പുറമൊക്കെ നിറയെ കടകളും. ഇപ്പോൾ പിന്നെ വിഷുയുടെ തിരക്കൊക്കെ അല്ലേ, കുറേ പൂക്കളും കുറേ ഫ്രൂട്ട്സും കുറേ ഡ്രസ്സുകൾ. കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്, പട്ടുപാവാടയൊക്കെ കാണാനായിട്ട്. വലിയവർക്കും ഉണ്ട് കുറേ ഉടുപ്പുകൾ. അപ്പോൾ ഞങ്ങളങ്ങനെ വിഷുവിനോ അങ്ങനെ ഓണത്തിനൊന്നും ഡ്രസ്സ് അങ്ങനെ എടുക്കാറില്ല കേട്ടോ. അങ്ങനെ എടുക്കണ ശീലമില്ല, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ അമ്മ ഇപ്പോൾ വിശേഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് തരും, ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്മ എടുത്ത് തരും. അതേപോലെ അമ്മക്കും എടുത്ത് കൊടുക്കും, അങ്ങനെയൊക്കെ. അല്ലാണ്ട് നമ്മൾ ഡ്രസ്സ് അങ്ങനെ എടുക്കാറേ ഇല്ല. അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. പിള്ളേർക്കാണെങ്കിലും ചെറുതിലേ തൊട്ടുള്ള കുറേ ഉടുപ്പ് കിട്ടിയതൊക്കെ ഇരിപ്പുണ്ട്, ഇടാത്തതിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വർത്തമാനം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമ്മുടെ വിശേഷങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. അങ്ങനെ തൃപ്പൂണിത്തുറയിലുള്ള ഡെൻ്റൽ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. ക്ലിനിക്ക് എത്തിയപ്പോഴത്തേക്കും ഇവക്കുട്ടിക്ക് ചെറിയ പേടിയൊക്കെ തുടങ്ങി. എങ്കിലും ചിരി അവസാനിപ്പിക്കാനുണ്ടായിരുന്നില്ല, ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്ത് പറ്റിയെന്ന് അറിയില്ല. അങ്ങനെ സിസ്റ്റർ ഇവക്കുട്ടിയുടെ പേര് വിളിച്ചു. അപ്പോൾ ആദർശം ഇവക്കുട്ടിയും കൂടി ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയി വരുമ്പോൾ അറിയാം എന്തായി ഏതായി എന്താ ഡോക്ടർ പറയണതെന്നൊക്കെ ഉള്ളത്. ഇവക്കുട്ടി കയറിയ സ്പീഡിൽ തന്നെ വന്നു.
കാരണം 2 പല്ല്, പൊക്കത്ത് 2 പല്ല് മാത്രമേ പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. താഴെ ഒരു പല്ലും കൂടി ഇളകുന്നുണ്ട്. പിന്നെ അണപ്പല്ല് ഇങ്ങനെ പോയതാണ്, കുഴി മാത്രമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് അടപ്പിക്കുക, എന്താണെന്ന് വെച്ചാൽ അടുത്ത ഞായറാഴ്ച ചെയ്യിപ്പിക്കാമെന്നും പറഞ്ഞ് ഡോക്ടർ അടുത്ത ഞായറാഴ്ചത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. അതായത് ഈസ്റ്ററിൻ്റെ അന്ന്. പിന്നെ ഇവക്കുട്ടി പോയി വന്നപ്പോഴത്തേക്കും ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്ത് സാധനം എനിക്ക് മനസ്സിലായില്ല ആദ്യം. കാരണം ഇങ്ങനെ പല്ല് പറിക്കാൻ വന്ന് എനിക്ക് ശീലമോ, എൻ്റെ പല്ല് പറിക്കുകയോ അല്ലെങ്കിൽ പിള്ളേരുടെ പല്ല് പറിച്ച് അങ്ങനെ പല്ല് പറിക്കാൻ കൊണ്ടുപോയി അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇത് ആദ്യമായിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ എന്ത് സാധനമാണെന്ന് നോക്കിയപ്പോഴത്തേക്കും അവളാ പറഞ്ഞത് പല്ലിട്ട് തന്നക്കണേണെന്ന്. പിന്നെ അതിന് വേണ്ടി പിടിവലിയായി. പൊന്നുസിന് അത് തുറന്ന് നോക്കണം. പിന്നെ അവക്കടെ വായിൽ പല്ല് എടുത്തതിൻ്റെ അവിടെ പഞ്ഞി വെച്ചിട്ടുണ്ട്, നല്ല കട്ടിക്ക് പഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊന്നുസിന് അതൊക്കെ കണ്ടപ്പോൾ സങ്കടമായോ എന്തോ, അവള് എന്തൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. കുഞ്ഞിനെ കുത്തിയൊക്കെ കാട്ടുന്നുണ്ട്. അപ്പോൾ സങ്കടമല്ല, തമാശ. അപ്പോൾ വായിൽ വെച്ചേക്കണ പഞ്ഞി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ ഞങ്ങൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അത് കളഞ്ഞത്. അവിടെ ഞങ്ങൾ പുറപ്പെട്ടായിരുന്നു കേട്ടോ. ഇനി അടുത്ത ഞായറാഴ്ച ഈസ്റ്ററിൻ്റെ അന്ന് വീണ്ടും വരണം. കാരണം അടുത്ത് ഇളകണ പല്ല് പറിക്കാനായിട്ടും പിന്നെ അറ്റകുറ്റപ്പണികളും കൂടി ഉണ്ട് പല്ലിൽ. അപ്പോൾ അതൊക്കെ ഈസ്റ്ററിൻ്റെ അന്ന് ഞായറാഴ്ച അന്നും പോകണം. നാളെ വിഷു ആയതുകൊണ്ട് പ്ലാസ്റ്റിക് കണിക്കൊന്നയും അല്ലാത്ത കണിക്കൊന്നയും കുറേ പൂക്കളും ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. റോഡ് സൈഡിലൊക്കെ കുറേ വീണൊക്കെ കിടപ്പുണ്ട് കണിക്കൊന്ന. പക്ഷേ മേടിക്കാൻ പോകുമ്പോൾ എത്ര രൂപയാണ് കണിക്കൊന്നക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തണുത്ത് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും തണുപ്പ് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മുളന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. മുളന്തുരുത്തിയിലുള്ള ഒരു കടയിലോട്ട് കയറിയേക്കാണ് ഐസ്ക്രീം മേടിക്കാനായിട്ട്. എനിക്ക് ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞു, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അപ്പയും മോളും കൂടി സെലക്ട് ചെയ്യാണ് എന്ത് വേണം എന്നുള്ളത്. അപ്പോൾ ഇവക്കുട്ടിക്കും ആദർശന് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ലല്ലോ, ഫലൂഡ മതി എന്ന് പറഞ്ഞു. പടക്കവും പൊട്ടി. അങ്ങനെ ഞങ്ങൾ ഫലൂഡയും ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്കാണ് പോകാൻ വേണ്ടി പോണത്. ഇതാണ് കേട്ടോ എൻ്റെ ഫലൂഡ. ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് അങ്ങാടി ഇങ്ങോട്ട് കഴിക്കും. ഇന്ന് തന്നെ ഒരാൾക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും അങ്ങാടി ഇങ്ങോട്ട് മാറ്റി മറിച്ചൊക്കെ കഴിക്കും. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കടയിൽ നിന്ന്. പല്ല് പറിച്ചാലും യുവക്കുട്ടിയുടെ ചിരിക്ക് കുറവൊന്നുമില്ല കേട്ടോ. യുവക്കുട്ടിയാണെങ്കിലും പൊന്നൂസാണെങ്കിലും എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ആൾക്കാരാണ്. കാരണമൊന്നും വേണ്ട, അവർ ചിരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ യുവക്കുട്ടി പറഞ്ഞിട്ടാ പല്ല് പറിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ അതിനെപ്പറ്റി പറയണമായിരുന്നു. എനിക്ക് പല്ല് പറിച്ചത് ഇഷ്ടപ്പെട്ട് സന്തോഷമായി എന്നൊക്കെ പറയണമായിരുന്നു. കാരണം ഈ ഹോസ്പിറ്റലിൽ പോണതും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഞങ്ങൾക്ക് പാവം തോന്നി കേട്ടാ. എൻ്റെ സുന്ദരി മോളായിരുന്നു. പിന്നെ അത് കേട് പല്ലുമായിരുന്നു. ബാക്കിലൊക്കെ ഇങ്ങനെ ബ്ലാക്ക് പോലെയൊക്കെ ഇരിക്കണമായിരുന്നു പല്ലിൻ്റെ. അപ്പോൾ പോണതല്ലേ നല്ലത്. അപ്പോൾ സുന്ദരി കുട്ടിക്ക് സുന്ദരി പല്ലുകൾ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ വിഷമമൊക്കെ അങ്ങനെ മാറ്റി വെച്ചിട്ട് വീട്ടിലെത്തി. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ചൂട് കുത്തരിച്ചോറും, ചൂടില്ല കേട്ടോ, രാവിലെ ഉണ്ടാക്കി പോയതല്ലേ, ഞാൻ വെറുതെ പറഞ്ഞാണ്, ചൂടൊന്നുമില്ല. അപ്പോൾ കുത്തരിച്ചോറും പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ച ബീഫ് കറി, അത് ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ബീഫ് കറിയും ചോറും കൂടി അങ്ങനെ കഴിച്ചു. ഉച്ചയ്ക്ക് കഴിച്ചു. അപ്പം അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. പുറത്തു പോയ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ഇവക്കുട്ടിയുടെ പല്ല് പറിച്ചതാണ് മെയിനായിട്ട്. പിന്നെ നമുക്ക് കുരുത്തോല കിട്ടി, അതും ഒരു ഹാപ്പിനെസ്സാണ്. നമുക്ക് വീട്ടിൽ വെക്കാമല്ലോ, ദൈവത്തിൻ്റെ രൂപത്തിൻ്റെയൊക്കെ അവിടെ നമുക്ക് കുരുത്തോല വെക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓശാന ഞായർ ആശംസകൾ. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക, എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. പിന്നെ എന്താണ്, നാളെ വിഷു ആണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഒരു വീഡിയോ ഇറക്കുമോ എന്നെനിക്കറിയില്ല. അങ്ങനെ വല്ല വിശേഷങ്ങളുണ്ടെങ്കിൽ ഇറക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായി ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.